എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ നിമിഷം ആസ്വദിച്ച് ജീവിക്കുക എന്നതിനെക്കുറിച്ച്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എല്ലാവരും എത്ര അല്ലെങ്കിൽ നിങ്ങളിൽ എത്ര പേരുണ്ട് ഈ നിമിഷം ആസ്വദിച്ച് ജീവിക്കുന്നവർ? എല്ലാവരും ഇനിയും എന്താണ് എനിക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇനിയും അവിടെ പോണോ ഇവിടെ പോണോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ടെൻഷനാണ് എല്ലാവർക്കും. അല്ലാതെ ഇപ്പോഴുള്ള ഒരു ഈ നിമിഷം ആസ്വദിക്കണം എന്ന് ചിന്തിക്കുന്നവർ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, നമ്മളെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുക, അല്ലെങ്കിൽ അയ്യോ അത് ഞാൻ ചെയ്തത് ശരിയായില്ല, അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട് അല്ലേ? നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കരുതെന്നോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുതെന്നോ അല്ല ഈ നിമിഷത്തിൽ ആസ്വദിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിന്നും നമ്മൾ എന്തൊക്കെ പാഠങ്ങളാണ് പഠിച്ചത്, അതുപോലെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാനുള്ള അനുഭവങ്ങൾ എന്തൊക്കെ ഉണ്ടായെങ്കിൽ അതൊക്കെ ഓർത്തു വെക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നമ്മുടെ ഭാഗത്തു നിന്നും വന്ന തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ അതിൽ നിന്ന് പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റുള്ളവരോടും നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അതിൽ നിന്ന് നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ടാവും. അത് മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന അറിവുകൾ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഉണ്ടായ കാര്യങ്ങൾ ഒരു പാഠമാണ് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇനി എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തുമില്ല. അപ്പം എല്ലാവരുടെയും ജീവിതത്തിലെല്ലാം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ ഈ നിമിഷം ആസ്വദിക്കാതിരിക്കരുത്, അല്ലെങ്കിൽ ഈ നിമിഷം ആസ്വദിക്കാതെ പോകരുത്. നമുക്കിപ്പോൾ കിട്ടുന്ന ഈ നിമിഷം മാത്രമാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അല്ലേ? അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് നമുക്കിപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഈ ഒരു സമയം നമ്മൾ എന്തിനാണ് വേണ്ട എന്ന് വെക്കുന്നത്? ആ സമയം നല്ലതായിട്ട് ആസ്വദിച്ചാൽ നമുക്ക് എത്ര സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങളിൽ എത്ര പേരുണ്ട് രാവിലെ ഒരു ചായ കുടിക്കുമ്പോൾ ആ ചായ കുടിക്കുന്നതിൻ്റെ രുചിയും അതിൻ്റെ ആ ചൂടും ഒക്കെ ഒന്ന് ആലോചിച്ച് അതിനെ അറിഞ്ഞ് ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കുടിക്കുന്നവർ? തിരക്ക് പിടിച്ചായിരിക്കും ചിലരൊക്കെ ചായ കുടിക്കുന്നതും ആഹാരം കഴിക്കുന്നതും ഒക്കെ. നിങ്ങൾ കഴിക്കുന്ന ആഹാരം അതിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുത്ത് എത്ര പേര് കഴിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷെ നിങ്ങൾ അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. അപ്പോഴറിയാം അതിലുള്ള ഒരു വ്യത്യാസവും നിങ്ങൾക്ക് മാനസികമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന സന്തോഷവും. നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി, അതുപോലെ വീട്ടു ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലി വളരെ സന്തോഷത്തോടു കൂടി അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പലരും പലപ്പോഴും ഓരോ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട് അതിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓവറായിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചിന്തിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാതെ ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ടാസ്ക് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു ചിന്തയോടു കൂടി തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ശ്രദ്ധ കൊടുക്കുക ഓരോ കാര്യങ്ങളിലും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ശ്വസനത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശ്വസനം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടാവും? നിങ്ങൾ ദിവസവും രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ശാന്തമായിട്ടൊരു സ്ഥലത്ത് ഇരുന്ന് കണ്ണുകൾ അടച്ച് നിങ്ങൾ നിങ്ങളുടെ ശ്വസനത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തോട്ട് വിടുന്നതും. ധ്യാനം ശീലമാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനായിട്ടും സാധിക്കും.
നമ്മുടെ ഇവിടെ സാറ് രാവിലെ 5 മണിക്കും വൈകിട്ടും എല്ലാ ദിവസവും യോഗയും മെഡിറ്റേഷനും ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. മടിയുള്ളവർ, ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഇതിൽ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് കിട്ടും. എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടുന്നതെന്നും അതുപോലെ ശ്വസനക്രിയകളും ചെറിയ ലളിതമായിട്ടുള്ള വ്യായാമങ്ങളും നിങ്ങളെ രാവിലെ ചെയ്യിപ്പിക്കും. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുപോലെ പ്രകൃതിയെ നിരീക്ഷിക്കുക. നിങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കാൽപാദങ്ങൾ ഭൂമിയിൽ പതിക്കുന്നത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു പൂവ് കണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന യാത്രയിൽ വഴിയിലുള്ള കാഴ്ചകൾ, ഇതൊക്കെ നിങ്ങൾ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിലും മൊബൈലിലും ഒക്കെ ഒരുപാട് സമയം ചെലവഴിക്കാതെ കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. എനിക്ക് വലിയ കാര്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ സന്തോഷിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ ശ്രമിച്ചു നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ടെൻഷനുകൾ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. അതുപോലെ നിങ്ങളിങ്ങനെ ഈ നിമിഷം ആസ്വദിക്കുകയും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയുകയും ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് മുൻപോട്ട് പോകാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനായാസേന നേടിയെടുക്കാനും സാധിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ നിമിഷത്തിൽ നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെയധികം ഉത്സാഹത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയാൻ ശീലിക്കുക. അങ്ങനെ ശീലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാകും. മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് ഒരു നന്ദി വാക്ക് പറയുമ്പം അവർക്കും സന്തോഷമാണ്, പറയുന്ന നിങ്ങൾക്കും സന്തോഷമാണ്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ, അതിനെല്ലാം നിങ്ങൾ നന്ദി പറയണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇനിയും ഇനിയും കൂടുതൽ ഉയരങ്ങളിലോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സും അത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ പറയുന്നത്, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് കേൾക്കുന്നത് എന്ന പൂർണ്ണ ബോധത്തോടെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്ത് വേണം, നല്ല രീതിയിൽ ചിന്തിക്കുകയും ഇപ്പം കിട്ടിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയും ചെയ്യുക. ഓക്കെ, ഇതിലൂടെ നമുക്ക് ഈ നിമിഷത്തെ ആസ്വദിക്കുന്നതിലൂടെ കൂടുതൽ ഉൽപാദനക്ഷമത ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ വളരെയധികം ഭംഗിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. ഓരോ ദിവസവും പുതിയ പുതിയ തുടക്കങ്ങളാണ് എന്ന പൂർണ്ണ ബോധത്തോടു കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പരിശീലിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ സാറിൻ്റെ ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ സാറ് പരിശീലിപ്പിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ഒരു മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ്, മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി നിങ്ങളുടെ മനസ്സിനെ ക്രമീകരിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഒരു ജീവിതം എങ്ങനെ സന്തോഷകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുമുള്ള ക്ലാസ്സുകളും പ്രാക്ടീസുകളുമാണ് നമ്മളിവിടെ ജേണി ടു ഹാപ്പിനെസ്സിൽ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അഡ്മിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിലൂടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓരോ നിമിഷവും നിങ്ങൾ ഓരോരുത്തരും ആസ്വദിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ഇത്
നിങ്ങൾ മറന്നു പോകാതിരിക്കുക. ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും അതിൽ മാത്രം പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കുക. അത് ആദ്യമൊക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ശീലിച്ചു തുടങ്ങുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവും. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ചിരിച്ച മുഖത്തോടെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു.